ഇറാൻ US സംഘർഷത്തെ തുടർന്ന് രാജ്യം കടുത്ത ആശങ്കയിൽ തുടരുമ്പോഴും അവസരം മുതലെടുക്കാൻ പലതരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വിവിധതരം സൈബർ തട്ടിപ്പുകൾക്ക് പുറമെ ജനസംഖ്യാ സെൻസസ് എന്ന പേരിലും ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ ചിലർ ശ്രമിക്കുന്നതായാണ് വിവരം. ഇറാൻ US സംഘർഷ സാഹചര്യം ചൂഷണം ചെയ്യാൻ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ സജീവം. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണവും വ്യക്തിഗത വിവരങ്ങളും തട്ടിയെടുക്കാൻ വ്യാപകമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വീണ്ടും രംഗത്തെത്തി. ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്നാണെന്ന് അവകാശപ്പെടുന്ന സംശയാസ്പദമായ കോളുകൾക്കോ സന്ദേശങ്ങൾക്കോ മറുപടി നൽകരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിലാണ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. അജ്ഞാത ലിങ്കുകൾ തുറക്കുന്നതും വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതും ഒഴിവാക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ പേരുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള അത്തരം ശ്രമങ്ങൾ നിലവിലെ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാൻ ലക്ഷ്യമാക്കിയുള്ളതാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ജനസംഖ്യാ സെൻസസുമായി ബന്ധപ്പെട്ടും ചില വ്യാജ സംഘങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു ഫീൽഡ് സന്ദർശനവും നടത്തുന്നില്ലെന്നും തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയോ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഖത്തർ ദേശീയ ആസൂത്രണ കൌൺസിൽ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. കൌൺസിലിന്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കൌൺസിൽ വ്യക്തമാക്കി. സമൂഹത്തിന്റെ സുരക്ഷയും വ്യക്തിഗത ഡാറ്റയുടെ സംരക്ഷണവും ദേശീയ മുൻഗണനകളിൽ പ്രധാനമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആസൂത്രണ കൌൺസിൽ വ്യക്തമാക്കി. ഇത്തരം ശ്രമങ്ങളുമായി സഹകരിക്കരുതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.